പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് 2ാം ക്ലാസ് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരിശോധിക്കുക കേട്ടോ. അപ്പോൾ മക്കള് ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഉത്തരവാണ് അല്ലേ. ഒന്നാമത്തെ എന്താ? നസിൽ ബിൽ മുവാഫിഖ്, അനുയോജ്യമായതിലേക്ക് വരച്ച് യോജിപ്പിക്കണം. മഹദാത് തൂത്തുനാലേ, തൂത്തിലേക്ക് നമുക്ക് എങ്ങനെ ചേർക്കാം? ഇങ്ങനെ വരയ്ക്കാം. എന്താ അല്ലേ തൂട്ട്. പിന്നെ ജുവാഫ, പേരയ്ക്കാണ് അല്ലേ. പേരയ്ക്ക നമുക്ക് ഇങ്ങനെ വരച്ച് ചേർക്കാം. ശരിയല്ലേ? അടുത്തത് ബായാണ്. നെക്തു ബിൽ മുനാസിബ്, അനുയോജ്യമായത് എഴുതി പൂരിപ്പിക്കണം. ഇവിടെ മൗസ് ഉണ്ട്, പഴം. ജുവാഫ പേരയ്ക്ക, അദസ് പയർ, ജസർ എന്താണ്? ക്യാരറ്റ്, പുർത്തുക്കാൽ ഓറഞ്ച്, ഖറ എന്താ? ഖറ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ അല്ലേ. ബാമിയ, ഇത്രയും വാക്കുകളുണ്ട് അല്ലേ. ഈ വാക്കുകൾ അനുയോജ്യമായത് അതിന്റെ സ്ഥലത്തേക്ക് എഴുതണം. ഇവിടെ എന്താണിത്? ഇത് അദസ് ആണല്ലേ മക്കളെ. അപ്പൊ ഈ അദസ് എന്ന വാക്ക് മക്കളെ എവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലേ. അടുത്തത് ഏതാ? ബാമിയാണ്. ബാമിയ എവിടെയാ? ഇത് ഇവിടെ എഴുതണം. മനസ്സിലായി? ഇങ്ങനെ വരച്ചാൽ പോരാ, ഈ വാക്കില്ലേ, ഈ ബാമിയ എന്നുള്ള വാക്ക് ഇവിടെ എഴുതണം കേട്ടോ. പിന്നെ ഇതെന്താ? ജസറാണ്. ജസർ നമ്മള് ഇവിടെ എഴുതണം. ഓക്കെ, ഇതെന്താണ്? ഇതാണ് കറ നമുക്ക് ഇവിടെ എഴുതും. ഓക്കെ, അങ്ങനല്ലേ ചെയ്ത്? യെസ്, മാഷാ അല്ലാഹ്, മബ്റൂക്ക്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? നെക്തു, എഴുതാനാ. ഇതിനെന്താ പറയാ? നമ്മള് പഠിച്ചാണല്ലോ നമ്മള്. ഖുറത്തുൻ. എന്താ പറയണം? ഖുറത്തുൻ. ശരിയല്ലേ? ഇതോ? ബാറ്റിന് നമ്മളെന്ത് പറയും? മിൽറബുൻ. എന്താ പറയണം? മിൽറബുൻ. പഠിച്ചതാണ് അല്ലേ. പിന്നെ ഇതെന്താ? സൈക്കിളിൽ നമ്മള് ദറാജത്തുൻ. എങ്ങനെ പറയണം? ദറാജത്തുൻ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവൂലേ? ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നുക്കുമിലിൽ ഫാത്തൂറ, രണ്ടാമത്തെ ഫാത്തൂറ, ബില്ല് പൂരിപ്പിക്കണം. തൂറ്റിപ്പഴത്തിന് 15 രൂപയാണ്. അപ്പൊ അതിന് നമ്മൾ അക്ഷരത്തിൽ എങ്ങനെ എഴുതണം? ഖംസത അശർ. ഇനി ജുവാഫ പേരയ്ക്ക് ഹംസ 5ആണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം മക്കള്? ഇങ്ങനെ 5 എന്ന് കൊടുക്കണം. മൊത്തം 20 രൂപ. ഇഷ്റൂന 20. ശരിയല്ലേ? അതേപോലെ വേറൊരെണ്ണം, സലാസത്തെ അഷറ. എത്രയാണ്? അദസിന് സലാസത്തെ അഷറയാ. അപ്പൊ നമ്മള് 13 ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി ബാമി ആകുമ്പോഴോ? എണ്ടയ്ക്ക് 6ആണ്. 6. അപ്പൊ നമ്മൾ 6 അറബിയില് സിത്തത്തുൻ. എങ്ങനെ പറയണം? സിത്തത്തുൻ. ശരിയല്ലേ? ഇനി മജ്മു എത്ര വരും? 13 6 19 അല്ലേ. അതാണ് ഇവിടെ തിസ്അത്തഅശറ എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് തെരഞ്ഞെടുത്തത് പൂരിപ്പിക്കാനാണ്. ഇവിടെ അമാമയുണ്ട്, മുമ്പിൽ, വറാ പിന്നിൽ, തഹ്ത താഴെ, ഫൗക്ക മുകളിൽ എന്നാണ് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാം? അൽ ഖുറത്തു, പന്ത് എവിടെയാണ്? ഇവിടെ അടിയിലാണ് അല്ലേ. അടിയിൽ, തഹ്ത, അടിയിലല്ലേക്കണേ. അപ്പൊ നമ്മള് ഈ തഹ്ത എന്ന വാക്ക് ഇവിടെ എഴുതണം. മനസ്സിലായോ? അവിടെ എഴുതിയില്ലേ. അടുത്തത് ഹഫാറയുണ്ട് ഇവിടെ. ഇവിടെ ഒരു ബസ്, ലോറിയും ഉണ്ട് അല്ലേ. ഹഫാറ വേറെ പിറകിലാണ് അല്ലേ. പിറകിലാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? അമാമ അല്ലെ. അമാമ എന്ന വാക്ക് മക്കള് ഇവിടെ എഴുതണം അല്ലെ. ഹഫാറത്തു അമാമ അല്ലാട്ടോ മക്കളെ, തെറ്റിപ്പോയി. സാറിന് തെറ്റിപ്പോയി. വറായാണ് വരിക. എന്താണ്? വറാ ഷാഹിന ഇവിടെ എഴുതണം. ഇവിടെ എഴുതണം. ശരിയല്ലേ? ഇനി അടുത്തതോ? മുനാസിബ്, യോജിച്ചയിലേക്ക് ചേർക്കണം. ഇതെന്താണ്? ഫറാവിലെ അല്ലെ, സ്ട്രോബെറിയാണ്. സ്ട്രോബെറി എന്താണ്? ഹദറവാത്താണോ ഫവാക്കിഹാണോ? ഫവാക്കി. അപ്പൊ ഇങ്ങനെ യോജിപ്പിക്കണം. ഇതോ? വെണ്ടയ്ക്ക, ബാദിൻജാൻ. നമ്മള് ഹദറവാത്തിലേക്ക് യോജിപ്പിക്കും. ഓക്കെ, ഇനി
നുലവിനിൽ കബീർ, ഇതിൽ കബീറിനെ പൂരിപ്പിക്കണം. ഏതാ കബീർ ഇതില്? അതാഹുവൽ കബീർ, വലുതല്ലേ. അപ്പൊ ഇതിന് നല്ല കളർ കൊടുക്കണം മക്കള്, അല്ലേ? കളർ കൊടുത്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ കളർ നല്ല ഭംഗിയില് പല കളറായിട്ട് ഇങ്ങനെ കൊടുക്കണം. മനസ്സിലായോ? കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഇനി എഴുതണം. ഇതിലെന്ത് എഴുതണം? തൊവീൽ എഴുതണം, ആവശ്യമുള്ളവിടെ കസീർ എന്ന് എഴുതണം, അല്ലേ? ഇവിടെ നോക്ക് മക്കളെ, കലമുൻ ഇതിലേക്ക് വരച്ചിട്ടുണ്ട്, വലുതാണ് അല്ലേ? അപ്പൊ ഏതെഴുതണം? ഈ തൊവീൽ എഴുതണം, അല്ലേ? തൊവീൽ എന്ന് ഇവിടേക്ക് എഴുതണം. കലമുൻ തൊവീൽ, ഈ കലമോ അത് ചെറുതാണ്, അപ്പൊ നമ്മള് ഈ കസീർ എന്ന വാക്ക് ഇവിടേക്ക് എഴുതണം, അല്ലേ? ഓക്കെ. ഇവിടെ എന്താ? സുഅബാൻ, ചെറിയ പാമ്പുണ്ട്, വലിയ പാമ്പുണ്ട്. അപ്പൊ എങ്ങനെ പറയണം? സോബാനുൻ, അല്ല, നീളമുള്ള പാമ്പുണ്ട്, നീളം കുറഞ്ഞ പാമ്പുണ്ട്. ഇവിടെ എന്ത് വരും? സോബാനുൻ ഖസീറുൻ. ഇതോ സോബാനുൻ തൊവീലുൻ, അല്ലേ? തൊവീലുൻ എന്ന് എഴുതും. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഇത് പൂരിപ്പിക്കാനാണ്, അല്ലേ? ഈ വാക്കുകൾ യോജിപ്പിച്ച് എഴുതണം. ഫാവാക്കിഹുൻ, അല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ചേർത്ത് വായിലേക്ക് ചേർത്തു, കാ ഇങ്ങനെയാകും, ഈ ഹു എന്താവും? ഇങ്ങനെയാകും, അല്ലേ? ഫവാക്കിഹു. അതുപോലെ ഇവിടെ സഗീറത്തുൻ, ഈ കായൊക്കെ ഇതിനെ മാറിപ്പോ ഇങ്ങനെയാവും കാ, അല്ലേ? സഗീറത്തുൻ എന്ന് വരും. ഇങ്ങനെ വരും, സഗീറത്തുൻ. ഓക്കെ, അങ്ങനെയാണ്. ഇനി അടുത്തതോ, ഇത് ഈ ഹറക്കത്തിലാക്കി എഴുതണം, അതായത് കോളത്തിലാക്കി എഴുതണം. ഇവിടെ എന്താ? ഷബക്കത്തുണ്ട്, മൈദാൻ ഉണ്ട്. എങ്ങനെയാക്കും? അപ്പൊ ആദ്യം ഷ, അല്ലേ? പിന്നെ ബ, പിന്നെയോ ക, പിന്നെ ത. എങ്ങനെയല്ലേ എഴുതണേ? അതെ. മൈദാനോ ആദ്യം മ, പിന്നെയോ യ, അല്ലേ? യ്, പിന്നെ ദ, പിന്നെ ആ, പിന്നെ ന, മൈദാൻ. ഇങ്ങനെയാണ്, അല്ലേ മക്കളെ? ഓക്കെ. ഇനി അടുത്തതോ, ഇവിടെ ഹിവാർ പൂർത്തിയാക്കും. ഹിവാർ, അല്ലേ? കൂട്ടുകാർ തമ്മിൽ ആരൊക്കെയാ? അൻവറും രാജുവും തമ്മിലാണ് ഹിവാർ നടക്കുന്നത്. അൻവർ മസാൽ ഖൈർ പറഞ്ഞു, അപ്പൊ എന്ത് മറുപടി കൊടുക്കും? മസാ അന്നൂർ, അല്ലേ? എന്താണ്? മസാ അന്നൂർ. കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു അൻവർ, അപ്പോ സൈൻ. എന്താണ്? സൈൻ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, അല്ലേ? അപ്പൊ അൻവർ ചോദിച്ചു മാതാഹുന, എന്താണ് അവിടെ? രാജു പറഞ്ഞു അൽ മുസാബക്കാത്ത്, മത്സരങ്ങളാണ്. അയ്യോ മുസാബക്കത്തിൻ, എന്തൊക്കെ മത്സരങ്ങൾ അവിടെ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? എന്താണ്? കസ്റുൽ ജറ, അല്ലേ? ഷദ്ദുൽ ഹബൽ, പിന്നെ ലുഅബത്തുൽ കറാസി എല്ലാം നടക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ 2 കളികളുടെ പേര് ഇവിടെ എഴുതണം. ഏതൊക്കെ എഴുതിയ മക്കള്? ഞാനിവിടെ 2 എഴുതാം. ഏതൊക്കെ എഴുതാം? ഏതെഴുതാം? നമുക്ക് കസ്റുൽ ജറ എഴുതാം. എന്താണ്? കസ്റുൽ ജറ, കലമുടയ്ക്കുന്നത്, അല്ലേ? പിന്നെ ഷദ്ദുൽ ഹബൽ, ആ വാക്ക് പഠിച്ചാലാണത് കിട്ടുള്ളൂ. ഷദ്ദുൽ ഹബൽ. പിന്നെ മത്താ തബദു, എപ്പോഴാ തുടങ്ങണത്? ലാ അതിരി, എനിക്കറിയില്ല. ശുക്രൻ അഫുവൻ, അഫുവൻ അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി ലഅബത്തുൽ കറാസി എന്ന് എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. ഇനി 5ാമത്തെ പ്രവർത്തനം, ഈ വണ്ടികളുടെ പേര് എഴുതാം. ഇതെന്താണ് മക്കളെ വണ്ടി? ഹാഫിലത്തിലെ ബസ്സിനെ നമ്മള് ഹാഫിലത്തുൻ എന്ന് പറയും. ഇതോ ഖാരിബുൻ, എന്താണ്? ഖാരിബുൻ, അല്ലേ? അടുത്തതോ, ഇവിടെ വാചകം പൂർത്തിയാക്കണം. ഹാദിഹി, ഇതെന്താണ്? സഫീനത്തുൻ, അല്ലേ? എങ്ങനെ വരണം? സഫീനത്തുൻ എന്ന് വരണം, അല്ലേ? ഇതോ ജറാർ, അപ്പൊ ഹാദേ വരും. ഏത് വരും? ഹാദ ജറാറുൻ. ഇനി അടുത്തതോ, ഇവിടെ അനുയോജ്യമായതെടുത്ത് പൂരിപ്പിക്കണം. ഹാഫിലത്തുൻ
ഏതാ വരിക? ജമീലത്തുനാണോ ജമീലുനാണോ? ഏതാ ശരി? ഇതാണ് അല്ലേ. ഹാഫിലത്തുൻ, ഹാഫിലത്തുൻ ഒരു ഗേളായ വാക്കാണ്, മുഅന്നസായ വാക്കാണ് അല്ലേ. അപ്പൊ നമുക്ക് ജമീലത്തുൻ എന്ന് തന്നെ പറയണം. ഇതാണ് ശരി. കാരിബുൻ ബോട്ട് ഒരു ബോയായ വാക്കാണ്. അപ്പൊ ഏതാണ് വരിക? സഗീറതാണോ സഗീറത്താണോ? സഗീറുൻ ആണ് ശരി അല്ലേ. ഇനി നഖറഉൽ ഇസ്മ വനദഉ അലാമത്ത എന്താണ്? ടിക്ക് കൊടുക്കാനാണ്. ചിത്രം വായിച്ചു. ഇപ്പൊ ലഅബത്തുൽ കറാസി, ഈ ലഅബത്തുൽ കറാസി ഏതാ ഇതില്? ഇതാണോ ഇതാണോ? ഇതാണ് അല്ലേ. അപ്പൊ ഇതിന് ടിക്ക് കൊടുക്കണം. ഇവിടെ റുകൂബ് ദറാജ ഇതാണോ ഇതാണോ? ഏതാണ് റുകൂബ് ദറാജ? ഇതാണ് അല്ലേ. ഓക്കെ. ഇനി ഇവിടെ ഈ കളികളുടെ പേര് എഴുതാൻ വേണ്ടിട്ടാ പറയുന്നത് അല്ലെ. ഇതെന്താണ്? ഉറിയടി. ഉറിയടിക്ക് നമ്മൾ എന്താ നേരത്തെ എഴുതിയത്? കസ്റുൽ ജറത്തി, കസ്റുൽ ജറത്തി. ഇതോ എന്താണ്? ഷദ്ദുൽ ഹബൽ. എന്താണ്? ഷദ്ദുൽ ഹബൽ, ഷദ്ദുൽ ഹബൽ. സിമ്പിൾ അല്ലേ. ഓക്കെ. അപ്പൊ എത്രയാണ് 4ാം ക്ലാസ്സിന്റെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും. മക്കൾക്ക് ഇഷ്ടമായില്ലേ? നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.